Video editing ഒരു സാധാരണ സ്കില്ലല്ല. This is a skill that can literally change your life. You can work from home, you can work with international clients, and yes, you can make serious money. But starting എല്ലാവർക്കും same problem. Where do I start? Which software? How to become pro? Don't worry. In this video, I will show you complete roadmap. ആദ്യത്തെ കാര്യം മൈൻഡ് സെറ്റാണ്. എല്ലാ തുറക്കക്കാരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്നറിയോ? They jump directly into software. പ്രീമിയർ പ്രോ തുറക്കും, എഫക്ട്സ് ആഡ് ചെയ്യും, ട്രാൻസിഷൻ ഇടും, പക്ഷേ അപ്പോഴും വീഡിയോ എംപ്റ്റി ഫീൽ ചെയ്യും. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ എഡിറ്റർ മാത്രമല്ല, ഒരു സ്റ്റോറി ടെല്ലർ കൂടിയാണ്. ഒരു നല്ല വീഡിയോ ക്ലിപ്സ് വെറുതെ അറേഞ്ച് ചെയ്തതല്ല, അത് ഒരു സ്റ്റോറിയാണ്. അതാണ് ആദ്യത്തെ പോയിന്റ്. സ്റ്റോറി ഫസ്റ്റ്, ടൂൾ സെക്കൻഡ്. നിങ്ങളൊരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് ഈ വീഡിയോ എന്താണ് പറയുന്നത്, ഓഡിയൻസിന് എന്ത് ഫീലാണ് കൊടുക്കുന്നത്. ഇഫ് ദർ ഈസ് നോ സ്റ്റോറി, നോ വൺ വിൽ വാച്ച്. പോയിന്റ് 2, തിങ്ക് ലൈക്ക് ഓഡിയൻസ്. നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്കല്ല, ഓഡിയൻസിനാണ്. അതുകൊണ്ട് എപ്പോഴും ചോദിക്കേണ്ട 3 ചോദ്യങ്ങളുണ്ട്. ഈസ് ദിസ് ബോറിംഗ്? ഈസ് ദിസ് ടു ലോങ്? ഈസ് ദിസ് എൻഗേജിങ്? ഓഡിയൻസിന് ബോറടിച്ചാൽ അവർ സെക്കൻഡ് കൊണ്ട് സ്കിപ്പ് ചെയ്യും. പോയിന്റ് 3, യു ആർ വൈ. എന്തുകൊണ്ട് നിങ്ങൾ എന്തിനാണ് വീഡിയോ എഡിറ്റിംഗ് പഠിക്കുന്നത്? മണി, ഫ്രീഡം, കരിയർ ഗ്രോത്ത്. സ്ട്രോങ് റീസൺ ഇല്ലെങ്കിൽ യു വിൽ ക്വിറ്റ്. സോ കീപ് യുവർ വൈ ക്ലിയർ. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് ഇറക്കാം. മിക്കവാറും ആൾക്കാർ ഇതിലാണ് ഓവർ തിങ്ക് ചെയ്യുന്നത്, ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണമെന്നുള്ളത്. നിലവിൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസാണ് പ്രീമിയർ പ്രോ, ഡാവിഞ്ചി റിസോൾവ്, ഫൈനൽ കട്ട് പ്രോ, മോഷൻ ഗ്രാഫിക്സിന് വേണ്ടിയിട്ട് ആഫ്റ്റർ എഫക്ട്സ്. ഇതിൽ തന്നെ ഡാവിഞ്ചി റിസോൾവ് ഫ്രീ ആണ്, പവർഫുള്ളാണ്. ബിഗിനർ ആണെങ്കിൽ എന്തുകൊണ്ടും ഡാവിഞ്ചി യൂസ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം, സോഫ്റ്റ്വെയർ ഒരിക്കലും നിങ്ങളെ നല്ലൊരു എഡിറ്റർ ആക്കില്ല, സ്കില്ലാണ് നിങ്ങളെ നല്ലൊരു എഡിറ്റർ ആക്കുക. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, എൻ്റെ തുടക്കകാലത്ത് ചെയ്ത വലിയൊരു മിസ്റ്റേക്കാണിത്. എല്ലാ സോഫ്റ്റ്വെയറും ഒരുമിച്ച് പഠിക്കാൻ നോക്കി. ഇതെന്നെ കൂടുതൽ കൺഫ്യൂസ്ഡാക്കി. നമ്മളൊരു സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്തിട്ട് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സ്റ്റോറി ടെല്ലിംഗ്, ഓഡിയോ, വിഷ്വൽ ഡിസൈൻ, പേസിങ്. സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഒരു വീഡിയോയിൽ ബിഗിനിങ്, മിഡിൽ, എൻഡിങ് ഇതൊക്കെ ഉണ്ടായിരിക്കണം. അതൊരു റീലാണെങ്കിലും യൂട്യൂബ് വീഡിയോ ആണെങ്കിലും ഇനി ഫിലിം ആണെങ്കിലും അങ്ങനെ തന്നെ. ഈ സ്റ്റോറി ടെല്ലിംഗ് വഴിയാണ് ആളുകൾക്ക് ഇമോഷൻ കണക്റ്റ് ആവുന്നത്. അടുത്തത് ഓഡിയോ. വിഷ്വൽ അടിപൊളിയാണെങ്കിലും ഓഡിയോ മോശമായാൽ ആളുകൾ സ്കിപ്പ് ചെയ്യും. സോ ക്ലിയർ വോയിസ്, ഗുഡ് മ്യൂസിക്, ബാലൻസ്ഡ് സൗണ്ട് ഇതെല്ലാം നിങ്ങളുടെ വീഡിയോ ബൂസ്റ്റ് ചെയ്യും. ഇനി വിഷ്വൽ ഡിസൈൻ. ഫ്രെയിം ക്ലീൻ ആക്കണം, പ്രോപ്പർ കോമ്പോസിഷൻ, ഗുഡ് കളർ, നോ ക്ലട്ടർ. ഇത്രയേ ഉള്ളൂ. മേക്ക് ഇറ്റ് ക്ലീൻ, നോട്ട് കോംപ്ലിക്കേറ്റഡ്. അവസാനമായി പേസിങ്. ഇതാണ് ആളുകളെ വാച്ച് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അതായത് വീഡിയോ ഫാസ്റ്റ് കട്ട് ചെയ്യുമ്പം എനർജറ്റിക് ആവുകയും സ്ലോ കട്ട് ചെയ്യുമ്പോൾ ഇമോഷണൽ ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വീഡിയോ എന്താണ് കൺവേ ചെയ്യുന്നതിനനുസരിച്ച് വേണം കട്ട് ചെയ്യാൻ. ദെൻ നെവർ സ്റ്റോപ്പ് ലേണിംഗ്. വീഡിയോ എഡിറ്റിംഗ് എന്നത് ഒരു വൺ ടൈം ലേണിംഗ് അല്ല, അതൊരു ലൂപ്പാണ്. പ്രാക്ടീസ്, റിവ്യൂ, ഇംപ്രൂവ്. നിങ്ങൾ എപ്പോൾ ലേണിംഗ് നിർത്തുന്നോ അന്ന് നിങ്ങൾ ഗ്രോ ചെയ്യുന്നത് നിർത്തും. വീഡിയോ എഡിറ്റിംഗ് എപ്പോഴും അപ്ഗ്രേഡ് ചെയ്യുന്നൊരു മേഖല ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽസ് കാണുക, AI കുറിച്ച് പഠിക്കുക, നല്ല വീഡിയോസ് കണ്ടിട്ട് അനലൈസ് ചെയ്യുക, പുതിയ സ്റ്റൈൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. ഇങ്ങനെ നിങ്ങളുടെ എഡിറ്റിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക. ഇനി ഒരു ബോണസ് പോയിന്റ് പറയട്ടെ, നിങ്ങളൊരു വാല്യുബിൾ പേഴ്സൺ ആവാം. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് പേഴ്സണൽ ബ്രാൻഡിങ്. നിങ്ങളുടെ വർക്ക് കൂടുതൽ ഷോക്കേസ് ചെയ്യുക. യൂട്യൂബിലാവട്ടെ, ഇൻസ്റ്റഗ്രാമിലാവട്ടെ, ലിങ്ക്ഡിനിലാവട്ടെ, അത് പബ്ലിക് ആക്കുക. ദെൻ എക്സ്ട്രാ സ്കിൽസ്. സ്റ്റോറി ടെല്ലിംഗ്, മോഷൻ ഗ്രാഫിക്സ്, ബേസിക് ബിസിനസ്, കമ്മ്യൂണിക്കേഷൻ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ലാസ്റ്റ്, പ്രൊഫഷണലിസം. ക്ലയൻറ്റിൻ്റെ നീഡ് എന്താണെന്ന് അറിയുക, കൃത്യസമയത്ത് വീഡിയോ കൊടുക്കുക, കൃത്യമായിട്ട് ക്ലയൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദെൻ യു ക്യാൻ ചാർജ് മോർ. ഇനി ഞാൻ ഈ പറഞ്ഞതൊക്കെ കൺക്ലൂഡ് ചെയ്യട്ടെ. നമ്മളുണ്ടാക്കിയ റോഡ് മാപ്പ് ഇത്രയേ ഉള്ളൂ. റൈറ്റ് മൈൻഡ് സെറ്റ്, റൈറ്റ് സ്കിൽസ്, കൺസിസ്റ്റൻറ്റ് ലേണിംഗ്. യു ക്യാൻ ബിൽഡ് എ സ്ട്രോങ് കരിയർ ഇൻ വീഡിയോ എഡിറ്റിംഗ്. അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒറ്റ കാര്യം കൂടി, നല്ല സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക, ഇപ്പോൾ തന്നെ തുടങ്ങുക.